Hi dear Xylem JEEnius community, 99 days കൊണ്ട് 99% എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് Xylem നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആറ്റമാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. പ്രത്യേകിച്ചും കെമിസ്ട്രിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഫിസിക്സിൽ ചോദിക്കുന്ന പല പ്രോബ്ലവും കെമിസ്ട്രിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ ഇപ്പോൾ ഡീൽ ചെയ്യുമ്പോൾ കൂടുതലും കൺവെൻഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നില്ല. കാരണം നിങ്ങൾ കെമിസ്ട്രിയിലും അത് ചെയ്യുന്നതാണ്. ഫിസിക്സിൻ്റേതായിട്ടുള്ള ചില ടിപ്പിക്കൽ പ്രോബ്ലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ലൈവിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജെഇക്ക് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യനും അഡ്വാൻസിന് ചോദിച്ച ക്വസ്റ്റ്യനും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, അഡ്വാൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തിനാണ് ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ പഴയ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പം ജെഇക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, പഴയ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഒരു 10 years ബാക്ക് ഒക്കെയുള്ള അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പം ജെഇക്ക് ചോദിക്കുന്നുണ്ട്, JEE Main ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് അഡ്വാൻസിൻ്റെ പ്രോബ്ലം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അധികം സമയം നമുക്ക് പാഴാക്കണ്ട, ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ 2 തരം ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഈ ലൈവിൽ മെയിനായിട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈഡ് ടു ജനറൽ സിസ്റ്റം. എന്താണ് ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് എല്ലാവർക്കും അറിയാം. ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഓർമ്മയുണ്ടോ? ബോർസിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. എന്താണ് ബോർസിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രോജനസ് സ്പീഷീസിൽ. എന്താണ് ഹൈഡ്രോജനസ് സ്പീഷീസ് എന്ന് ചോദിച്ചാൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന എന്തിനേയും നമുക്ക് ഹൈഡ്രോജനസ് സ്പീഷീസ് എന്ന് പറയാം. 1 atom സ്പീഷീസിൽ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ വിൽ ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഓക്കെ, ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇതാണല്ലോ ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. നോക്കി, ഇവിടെ ഞാനൊരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഒരു ന്യൂക്ലിയസ്, അതിൻ്റെ ചാർജ് ZE ആണ്. ഓക്കെ, Z ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. പ്രോട്ടോൺ, അപ്പോൾ Z പ്രോട്ടോൺ ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ചാർജ് എത്രയാണ്? ZE. ഒരു സിംഗിൾ ഇലക്ട്രോൺ ഓഫ് മാസ് M ആൻഡ് ചാർജ് E ഈസ് റിവോൾവിംഗ് അറൌണ്ട് ഇറ്റ് ഇൻ nth ഓർബിറ്റ്. അത് ഫസ്റ്റ് ഓർബിറ്റ് ആവാം, സെക്കൻഡ് ഓർബിറ്റ് ആവാം, ഏത് ഓർബിറ്റും ആവാം. nth ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ആ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അതെന്തായിരിക്കും? അത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും? ഒരു കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് h/2π എന്ന് പറയുന്ന ഒരു ചെറിയ കോൺസ്റ്റന്റ് ആണത്, അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത് ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഹൈഡ്രോജനസ് സ്പീഷീസിന് ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം, കാരണം ആംഗുലാർ മൊമെന്റം അവിടെ ക്വാണ്ടൈസ്ഡ് ആണ്. ഇനിയിപ്പോൾ ജനറൽ സിസ്റ്റത്തിലേക്ക് വന്നാൽ ക്വാണ്ടൈസേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ട്രിക്റ്റ്ലി സ്പീക്കിംഗ് ദർ ഈസ് ക്വാണ്ടൈസേഷൻ. പക്ഷേ അത് മാക്രോസ്കോപ്പിക് ലെവലിൽ ക്വാണ്ടൈസേഷൻ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായി ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തെ കുറിച്ച് വലിയ ബോധേഡാവില്ല. അതാണ് ഫാക്ട്. ഓക്കെ, അപ്പോൾ ക്വാണ്ടൈസേഷൻ ഞാനൊന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ്. ആംഗുലാർ മൊമെന്റം ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ n. ഇലക്ട്രോൺ nth ഓർബിറ്റിലായതുകൊണ്ട് ln എഴുതുന്നു. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n. n സ്റ്റാൻഡ്സ് ഫോർ ആൻ ഇൻറ്റീജർ. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഈ h/2πക്ക് നമുക്കൊരു ഷോർട്ട് ഫോം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. h/2πയെ ചിലപ്പോൾ നമ്മൾ h ബാർ എന്ന് ഇങ്ങനെ എഴുതും. h ബാർ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന h/2π ക്യാൻ ബി റിട്ടൺ ആസ് h ബാർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെയും കൂടെ പറയാം. സി, ഹൗ ക്യാൻ ഇറ്റ് ബി റിട്ടൺ? ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു nh ബാർ എന്ന് പറയാം. ഇനിയും ഒരു സർക്കുലാർ ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് mvr ആണ്. അപ്പോൾ നമുക്ക് ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നതിനെ നമുക്ക് മാസ് ഓഫ് ദ ഇലക്ട്രോൺ, velocity of the electron in nth orbit and radius of the orbit mvnrn is equal to nh/2π എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് mvnrn is equal to h ബാർ എന്ന് ഇങ്ങനെ എഴുതാം. ഇതാണ് ആംഗുലാർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു ജനറൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ലുക്ക്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കട്ടാവുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് ഗെറ്റിംഗ് കട്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ അല്ലേ? റൈറ്റ്. നൗ സി, ലെറ്റ് മീ അഡ്ജസ്റ്റ് എ ലിറ്റിൽ. വെയിറ്റ്, കം. ഓക്കെ, ഫൈൻ. നോക്കി കുട്ടികളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. വെയിറ്റ്,
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ എ ഡയാറ്റോമിക് മോളിക്യൂൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 മാസ് M1 ആൻഡ് M2. ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ, അതിൽ 2 പാർട്ടിക്കിളാണുള്ളത്. ഒരെണ്ണത്തിന്റെ മാസ് M1, രണ്ടാമത്തെ മാസ് M2, വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. ഈ 2 മോളിക്യൂളുകൾ അല്ലെങ്കിൽ ഈ 2 ആറ്റങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ R ആണെന്ന് പറയുന്നു. വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബൈ അപ്ലൈയിങ് ബോർഡ്സ് റൂൾ, ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസേഷൻ. നമുക്ക് ഈ സിസ്റ്റത്തിൽ എന്ത് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്? ബോർഡ്സ് റൂൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. എന്ത് ബോർഡ്സിന്റെ എന്ത് റൂള്? ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഈ സിസ്റ്റത്തിനും അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നു. ഇറ്റ്സ് എനർജി വിൽ ബി ഗിവൺ ബൈ, അതിന്റെ എനർജി റൊട്ടേഷണൽ എന്തായിരിക്കും ഈ 2 ആറ്റവും ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിൽ ദേ ബി അറ്റ് റെസ്റ്റ്? അത് റെസ്റ്റിലായിരിക്കില്ല. കാരണം റെസ്റ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ദേ വിൽ കം ക്ലോസർ ആൻഡ് കൊളൈഡ്. ഓക്കെ, അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബൈനറി സ്റ്റാർ സിസ്റ്റം പോലെ ഈ 2 മാസുകളും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, എനി ടൈം ദീസ് 2 മാസ് ആർ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിരിക്കും. M1 ഈസ് റിവോൾവിംഗ് അറൌണ്ട് സെൻറ്റർ ഓഫ് മാസ്, M2 also is revolving around center of mass. At any time, at every time, they will be revolving. നിങ്ങൾ ബൈനറി സ്റ്റാർ സിസ്റ്റം ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? പ്രപഞ്ചത്തിലെ 50% കൂടുതൽ സ്റ്റാറുകളും ബൈനറി സ്റ്റാർ ആണ്. എന്താന്ന് ചോദിച്ചാൽ 2 സ്റ്റാറുകൾ സെൻറ്റർ ഓഫ് മാസിന് ചുറ്റും കറങ്ങുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബൈനറി സ്റ്റാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ദീസ് ആർ റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എന്ത് കൈനറ്റിക് എനർജി? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ, K can be written as, look here, half I omega square എന്ന് എഴുതാം. I omega square. I എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനെ നമുക്ക് ആംഗുലാർ മൊമെന്റത്തിന്റെ ടേമിൽ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഈസ് നോ ഗുഡ്. അപ്പോൾ ഇതിന് പകരം ആംഗുലാർ മൊമെന്റത്തിന്റെ ടേമിൽ കൈനറ്റിക് എനർജി എഴുതണം. കൈനറ്റിക് എനർജി ക്യാൻ അഗെയിൻ ബി റിട്ടൺ ആസ് ലൈക്ക് ദിസ്. നോക്കി, L² ഡിവൈഡഡ് ബൈ 2I എന്ന് എഴുതാം. എന്താ L? ആംഗുലാർ മൊമെന്റം. I എന്താണ്? ആ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓൾറെഡി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ലീനിയർ മോഷനിൽ P² ഡിവൈഡ് ബൈ 2M എന്നൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടല്ലോ. ഈ Pക്ക് പകരം L എഴുതുന്നു, Mന് പകരം മൊമെന്റ് ഓഫ് ഇനീഷ്യ എഴുതുന്നു. ദിസ് ബോത്ത് ഇക്വേഷൻസ് ആർ വൺ ആൻഡ് ദ സെയിം. ഇനി നോക്കി, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് H ബാർ. ഇത് നമുക്ക് Lന് പകരം എഴുതാം. L² പകരം അപ്പോൾ എന്ത് വരും? N² H ബാർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചാൽ മതി. എന്താ? ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കണം. we have to find the moment of inertia of the system and just substitute there. കാരണം ആംഗുലാർ മൊമെന്റത്തിന് പകരം നമുക്ക് ഇത് എഴുതാൻ പറ്റും. കാരണം you are asked to apply angular momentum quantization. Therefore, instead of L, this can be written. ഓക്കെ, അപ്പം ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു സിസ്റ്റമാണ്. 2 പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് R1 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഈസ് R1, ദിസ് ഡിസ്റ്റൻസ് ഈസ് R2, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് R ആണെങ്കിൽ നമുക്ക് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യനെ ഇങ്ങനെ എഴുതിക്കൂടെ? ഫ്രം ദ ബേസിക് ഡെഫിനിഷൻ വാട്ട്? M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ എന്ന് എഴുതാം. R2 സ്ക്വയർ. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ R1ഉം R2ഉം നമ്മുടെ കയ്യിലില്ല. നമുക്കുള്ളത് ടോട്ടൽ R ആണ്. അപ്പോൾ ഈ R1നെയും R2വിനെയും ഈ Rന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനീഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് R1 എഴുതുക? നിങ്ങൾ വീണ്ടും പഠിച്ചിട്ടുണ്ട്. സെന്റർ ഓഫ് മാസ് ഡിവൈഡ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ് ഇൻ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് മാസസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സെന്റർ ഓഫ് മാസ് എന്താ ചെയ്യുന്നത്? ആ സെപ്പറേഷനെ Rനെ മാസിന്റെ ഇൻവേഴ്സ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? R1നെ എങ്ങനെ എഴുതാം? R1 can be written as R divided by M1 plus M2 into M2 എന്ന് എഴുതാം. ഇൻവേഴ്സ് റേഷ്യോ ഓഫ് മാസ് ആയതുകൊണ്ട്. സിമിലർലി R2 can be written as R divided by M1 plus M2 into M1 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ ഇക്വേഷനിൽ ഈ R1ന്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R2ന്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് യുവർ സെൽഫ്. ബട്ട് ദിസ് എ ഫേമസ് ഇക്വേഷൻ, എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. M1 M2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ഇൻടു R² എന്ന് കിട്ടും. ഈ സാധനത്തിനെ നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്ന് വിളിക്കുമെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റെഡ്യൂസ്ഡ് മാസ് മ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓർത്തിരിക്കുക. I is equal to mu R² എന്ന് ഓർത്തിരിക്കുക. mu R², where mu is the reduced mass.
ഓക്കെ, ഇത് എവിടുന്നാ വന്നതെന്ന് മനസ്സിലായോ? ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഈ R1 പകരം ഈ ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, R2 പകരം ഈ ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ഈ റിസൾട്ട് കിട്ടും. ഇത് പലർക്കും അറിയാവുന്ന ഒരു റിസൾട്ടാണ്, ഒരു ഫേമസ് റിസൾട്ടാണ്. 2 പാർട്ടികളുള്ള ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, m1 m2 divided by m1 plus m2 into r square. This quantity is called what? Reduced mass. അത് നമുക്കും അറിയാം. ഇനി നമുക്ക് നമ്മുടെ പഴയ ഇക്വേഷനിലേക്ക് തിരിച്ചു പോവാം. എന്താണ് നമ്മുടെ പഴയ ഇക്വേഷൻ? എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു L സ്ക്വയർ ഡിവൈഡഡ് ബൈ 2I. എല്ലിന് എന്ത് എഴുതാന്നാണ് നമ്മൾ പഠിച്ചത്? I just make you remind of this thing. L can be written as NH hat എന്ന് എഴുതാം, NH bar എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ L സ്ക്വയറിന് എന്ത് എഴുതാം? ലെറ്റ് മീ റൈറ്റ് ഹിയർ. Therefore, we can continue. K is equal to N square H bar square divided by 2I. I can എഴുതണം M1 M2 divided by M1 M2 എന്നുള്ളത് ഞാൻ മുകളിലോട്ട് എഴുതുന്നു. M1 plus M2 മുകളിലോട്ട് എഴുതി. പിന്നെ എന്താ? ഒരു R സ്ക്വയർ ഉണ്ട്, അതുകൂടെ താഴേക്ക് എഴുതുക. ഇനി ഒന്നുകൂടെ വൃത്തിയായിട്ട് ഞാൻ ഒന്നുകൂടെ എഴുതാൻ പോവുകയാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു M1 plus M2 into what? N square H bar square divided by what? 2 M1 M2 into R square. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജി. If you apply quantization condition, this is the kinetic energy of this system. What kinetic energy? Rotational kinetic energy. What actually these 2 particles are doing? These 2 particles are revolving around its center of mass. ആരാണ് ഈ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുക? their mutual gravitational force of attraction, whatever may the force be, the force of attraction between them provides centripetal force. Therefore, it incessantly revolve around the center of mass. ഈ ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് us see. ഈ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ എന്ന് നോക്കിക്കേ. H bar. ഫൈൻഡ് ഔട്ട് ചെയ്തോ? ഏതാ? ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് ജെയ്ക്ക് ചോദിച്ചതാണ്. 2012 പഴയ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോൺസെപ്റ്റ് ഇറ്റ് ഈസ് വെരി റിച്ച് ഇൻ കോൺസെപ്റ്റ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ഡിഡ് ഹിയർ. ഒന്നുമില്ല, എല്ലിന് ഞാൻ NH/2π കൊടുത്തു, അല്ലെങ്കിൽ NH ബാർ കൊടുത്തു. എന്നിട്ട് മൊമെന്റ് ഓഫ് ഇനീഷ്യ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്. ഓക്കെ, കണ്ടീഷൻ ഉണ്ട്. ഏതാ? എബൌട്ട് ആൻ ആക്സിസ്. അപ്പോൾ ആക്സിസ് ഇതിലേ പാസ് ചെയ്യണം, സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യണം. ആ 2 പാർട്ടിക്കിളിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. വാട്ട് ഐ ആം ടെല്ലിങ് യു ഈസ്, ഈ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത് എബൌട്ട് ദിസ് ആക്സിസ് ആണ്, വിച്ച് ഈസ് പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്, ആൻഡ് ദാറ്റ് ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദീസ് 2 പാർട്ടിക്കിൾ ഓൾസോ. ബെറ്റർ ബൈ ഹാർട്ട് ഇറ്റ്. ഇത് പല സിറ്റുവേഷനും നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനാണ്. 2003 ചോദിച്ചതാണ്. JEE അഡ്വാൻസിന് 2003 ചോദിച്ചതാണ്. JEE മെയിൻ്റെ അല്ല. മെയിൻ്റെ അല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കെയർലെസ് ആയിട്ടിരിക്കരുത്, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നോക്കി. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ. നോക്കി കുട്ടികളെ, ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് തന്നിട്ടുള്ളത്, പൊട്ടൻഷ്യൽ എനർജി അല്ല, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തന്നു. നോക്കൂ, വേർ V0 R0 ആർ കോൺസ്റ്റന്റ്. ഈ 2 സാധനം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. അസ്യൂമിങ് ബോർസ് മോഡൽ ടു ബി അപ്ലിക്കബിൾ. സി ഹിയർ, നിങ്ങളോട് എന്താ പറഞ്ഞേ? ബോർസിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. സി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അസ്യൂമിങ് ബോർസ് മോഡൽ ടു ബി അപ്ലിക്കബിൾ, ഹൗ ഡസ് റേഡിയസ് Rn of nth orbit varies with the principal quantum number. Varies with the principal quantum number n. എന്ന് പറഞ്ഞാൽ റേഡിയസും എന്നും തമ്മിൽ എന്താണ് ബന്ധം? റേഡിയസ് ഓഫ് ഓർബിറ്റും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ എന്താ തന്നിട്ടുള്ളത്? പൊട്ടൻഷ്യലാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചുകൂടെ? ഇലക്ട്രോൺ ഈസ് ഇൻ ദിസ് പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. ഹൗ ക്യാൻ യു ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി? U ഈസ് ഈക്വൽ ടു EV. QV എന്ന് പറയുന്ന പോലെ ഇലക്ട്രോൺ E ആയതുകൊണ്ട് EV. ഈ ചാർജുള്ള പാർട്ടിക്കിൾ V പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി EV ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു V ഇവിടെ തന്നിട്ടുണ്ട്, അത് ഞാൻ എഴുതാൻ പോവാ. ഈ V0 ln R/R0 ഞാൻ എങ്ങനെ എഴുതുന്നു? ln R മൈനസ് ln R0. ln R മൈനസ് ln R0 എന്ന് എഴുതും.
അങ്ങനെ എഴുതാൻ കാരണമുണ്ട്, അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സി യു ഹാവ് ഗോട്ട് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഏത് ഫീൽഡിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ? കൺസർവേറ്റീവ് ഫോഴ്സ് ഉള്ള ഫീൽഡിൽ മാത്രമേ പൊട്ടൻഷ്യൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ദർ ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പൊട്ടൻഷ്യൽ. ഈ പൊട്ടൻഷ്യൽ ഇൻ ദ സെൻസ് പൊട്ടൻഷ്യൽ എനർജി, ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൺസർവേറ്റീവ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആ ഫോഴ്സ് ആയിരിക്കും പാർട്ടിക്കിളിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. സി മൈ വേ ഓഫ് തിങ്കിങ്, പൊട്ടൻഷ്യൽ എനർജി is defined only for conservative force, and conservative force can be found from the potential energy. That force provides centripetal force for the particle to revolve. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാ കൺസർവേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കുക? ദാറ്റ് ഫോഴ്സ് വിൽ ബി കൺസർവേറ്റീവ്. ആ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും കുട്ടികളെ? ദാറ്റ് സോ സിമ്പിൾ. ഹൗ? F is equal to minus du/dr. ഇതിൻ്റെ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ആണ്. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ കൺസർവേറ്റീവ് ഫോഴ്സ്. മൈനസ് അതുപോലെ ഇട്ടു. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കണ്ടോ, ഈ V0 കോൺസ്റ്റൻ്റ് ആണ്. ഈ V0 ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ഈ V0 ln(r)ൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം? 1/r. അതുകൊണ്ട് 1/r എടുത്തു. ഇനി ln(r0)യുടെ ഡെറിവേറ്റീവ് എന്താ? R0 ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് ln(r0) ഓൾസോ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഡെറിവേറ്റീവ് ഈസ് 0. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. സീക്കുക. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ഇത് ഫോഴ്സ് ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ V0 r ആണ്. ഈ മൈനസ് സൈൻ കാണിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻ എന്നാണ് കാണിക്കുന്നത്. റേഡിയലി ഇൻ, അതാണ് ആ മൈനസ് സൈൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ദിസ് ഫോഴ്സ് ഈസ് എ സെൻട്രൽ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ. ഇറ്റ്സ് എ സെൻട്രൽ ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ. സെൻറ്റർ ഇൻ ദ സെൻസ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, then what does this force do? This force provides centripetal force, or this force work as centripetal force. അപ്പോൾ നമുക്ക് centripetal forceന്റെ ഇക്വേഷൻ ഇവിടെ എഴുതി ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. Therefore, look here children, m v square, v is the velocity, v square divided by r is equal to e v0 divided by r. ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഈ മൈനസ് സൈൻ എടുക്കുന്നില്ല. ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, r and r got cancelled. നമുക്ക് എന്താ വേണ്ടത്? അപ്പോൾ വി സ്ക്വയർ, വിയുടെ ഒരു ഇക്വേഷൻ എഴുതിക്കേ. ലെറ്റ് us റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ വി. വി ഈസ് ഈക്വൽ ടു ഈ V0 ഡിവൈഡ് ബൈ എമ്മിൻ്റെ സ്ക്വയർ റൂട്ട്. ഇനിയാണ് ഞാൻ ബോർസ് ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. വാട്ട് ഡസ് ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ടെൽ യു? ഞാൻ ഈ ഇക്വേഷനെ അടുത്ത പേജിലേക്ക് ഒന്ന് കോപ്പി ചെയ്യുകയാണ് കേട്ടോ. നെക്സ്റ്റ് പേജ്. ലെറ്റ് us go for the next page. I am just copying it down. കണ്ടോ, V is this. Velocity of the particle is a constant എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Velocity of the particle is a constant. ഇനി ബോർസ് ആംഗുലാർ മൊമെൻ്റം ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യുക. എന്താണത്? ln is equal to nh/2π. ln ആംഗുലാർ അല്ലെങ്കിൽ m v r is equal to nh divided by 2π. എനിക്ക് വിയെ ഞാൻ ഒഴിവാക്കുക, ഈ വിയെ. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് ആറും എന്നും തമ്മിലുള്ള റിലേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. സി വൈ ഐ ആം ഗെറ്റിംഗ് എവേ വിത്ത് വി. കാരണം എന്താണ്? റേഡിയസും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും തമ്മിൽ എന്താണ് റിലേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദ്യം. അപ്പോൾ വി ഈസ് ആൻ അൺവാണ്ടഡ് ഫെലോ. ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്. ഹൗ വിൽ യു ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ്? വിക്ക് നമുക്ക് എന്ത് എഴുതാം? NH ഡിവൈഡഡ് ബൈ MR എന്ന് എഴുതിക്കൂടെ? NH ഡിവൈഡ് ബൈ 2π MR എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ക്യാൻ ബി റിട്ടൺ. അപ്പം വിക്ക് ഞാൻ അത് എഴുതാൻ പോവുകയാണ്. NH ഡിവൈഡഡ് ബൈ, ലെറ്റ് മീ റൈറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് വി, സി ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വെരി വി ഐ ആം റൈറ്റിംഗ് ദിസ്. മനസ്സിലായെന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. NH ഡിവൈഡഡ് ബൈ 2π MR ഈസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് ഈ V0 ഡിവൈഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി എന്തൊക്കെയാണ് കോൺസ്റ്റൻ്റ് എന്ന് നോക്കാം. നമുക്ക് കണ്ട് ആൻസറിലേക്ക് എത്തിയോ എന്ന് നോക്കാം. ഈ V0 m 2π m h ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് അല്ലാത്ത എന്താ? ആറും എന്നും. അപ്പോൾ നമ്മളുടെ റിലേഷൻ എന്താ? അപ്പോൾ മനസ്സിലായില്ലേ? ആറും എന്നും ആ കോൺസ്റ്റൻ്റ് അല്ലാത്ത എന്ന് പറഞ്ഞാൽ r ചേഞ്ചസ് വിത്ത് n. ദാറ്റ് മീൻസ് r ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു n. n/r ഈസ് എ കോൺസ്റ്റൻറ്റ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയത്? n/r ഈസ് എ സം കോൺസ്റ്റൻറ്റ്. I am not interested in what constant it is. It's a constant anyhow. Then, therefore, r is directly proposed to n. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാം.
R is directly proposed to n. Rn is directly R എന്ന് പറഞ്ഞാൽ nth ഓർബിറ്റിലായതുകൊണ്ട് Rn എന്ന് എഴുതാം കേട്ടോ. If you are that much pedantic, you should write Rn is directly proposed to n. എന്ന് പറഞ്ഞാൽ radius of nth orbit is directly proposed to principal quantum number of that orbit. Radius of nth orbit is directly proposed to principal quantum number of that orbit. Is it there? Rn directly proposed to n. Here it is. മനസ്സിലാവുന്നുണ്ടല്ലോ കുട്ടികളെ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. Is it okay? Yes. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ. Next question. Suppose an electron is attracted towards the origin by the force. ഇവിടെ force ആണെന്നുള്ളത് potential അല്ല. Force is directly given to you. Force is given to you directly. What is this? This is force, not potential. Okay. When k is a constant, r is the distance of the electron from the origin. Okay. This is the situation of electron revolving around nucleus and the force is directly given to you. Okay. From the origin. By applying Bohr's model to this system, നിങ്ങളോട് പിന്നെയും പറഞ്ഞേക്കുക Bohr's quantization condition apply ചെയ്യാൻ. System, the radius of nth orbit of electron is found to be Rn. Radius of nth orbit Rn and kinetic energy of electron is Tn. Kinetic energy Tn എന്നാണ് വിളിച്ചേക്കുന്നത്. Radius of nth orbit Rn. Then which of the following is true? ഏതാണ് true എന്നാണ് ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ഒന്നും ചെയ്യേണ്ട. ഡയറക്റ്റ് ഫോഴ്സ് നിങ്ങളുടെ തന്നേക്കുക. അപ്പോൾ ഫോഴ്സ് ഈസ് ഗിവൻ ടു ബി, ലുക്ക് ഹിയർ, ലെറ്റ് മീ റൈറ്റ്, ദ ഫോഴ്സ് ഈസ് ഗിവൻ ടു ബി k by r. K by r, isn't it? നോക്ക്, k by r is the force. That is not potential energy. You don't go for differentiating it to find force. Force is directly given to you. Now, see, this force provides centripetal force. Therefore, it can be written as mv square by r is equal to k by r. What do you understand from here? mv square. mv square is a constant. K is a constant. mv square is a constant. mv square is a constant. So what? So kinetic energy will be a constant. Why? See, Tn എന്ന് ഉദ്ദേശിക്കുന്നത് T എന്ന് പറഞ്ഞാൽ kinetic energy ആണ് കേട്ടോ. T is equal to half mv square ആണെന്ന് നിങ്ങൾക്ക് അറിയാം. That is equal to k by 2. കാരണം mv square k ആണെന്ന് നമുക്കറിയാം. Which is a constant. അപ്പോൾ kinetic energy constant ആണ്. Kinetic energy does not depend on which orbit the electron is revolving. Whatever the orbit the electron is revolving, in this hypothetical situation, kinetic energy is same or constant. അപ്പോൾ നിങ്ങൾക്കറിയാം Tn is independent of n എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഇനി ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. ബാക്കിയുള്ളതെല്ലാം റോങ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. This is wrong, this is wrong, this is wrong, this only is correct. But for your satisfaction, let me continue what Rn also. റേഡിയസും എന്നും തമ്മിൽ എന്താണ് ബന്ധവും നമുക്ക് നോക്കാം. അതിന് ഞാൻ ഈ ഫംഗ്ഷനെ, ഈ സംഭവത്തിനെ വീണ്ടും എടുക്കുന്നു. mv square is equal to k എന്ന് പറയുന്ന സാധനത്തിനെ ഒന്നുകൂടെ എടുക്കുന്നു. what was that? Look here. We got this. mv square is equal to a constant k. Therefore, v is equal to what? Root k by m. Root k by m. ഇനിയുമാണ് ഞാൻ ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. I am asked to apply quantization. Okay? അപ്പം ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ mvr, angular momentum, is an integral multiple of h by 2 pi. Okay? എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ആരും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. എനിക്ക് റേഡിയസും എന്നും തമ്മിലുള്ള റിലേഷനാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു അധികപ്പറ്റല്ലേ വിയെ എലിമിനേറ്റ് ചെയ്യണം അവിടുന്ന്. വിക്ക് പകരം നമുക്ക് എന്തെഴുതാം? വാട്ട് ക്യാൻ be written instead of v? Instead of v, it can be written nh divided by 2 pi mr. 2 pi mr. Okay. Let us write it here. nh divided by 2 pi mr is equal to root k by m. ഇനി എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് എന്ന് ചെക്ക് ചെയ്യൂ. m is the mass of electron, which is a constant. 2 pi this is what? n ആണ് കേട്ടോ. ഞാനിവിടെ എഴുതിയത് തെറ്റിപ്പോയി. This is nh. Then see here, h is a constant, 2 pi, m is a constant, k is a constant, m is a constant. That means n by r is a constant. n by r, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ n by r is some constant. What does it mean? r is directly proposed to n. ഞാൻ പറഞ്ഞല്ലോ, ഇനി if you are speaking about nth orbit,
you can write Rn is directly proposed to n. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. എന്തായിരുന്നു? ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എന്നും Rn ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എന്നും. ഇതാ ഇവിടെയുണ്ട്. ഓക്കെ, ആക്ച്വലി ടൈം പീരീഡ് അല്ല കേട്ടോ, സോറി, കൈനറ്റിക് എനർജി, ഐ മേഡ് മിസ്റ്റേക്ക്. ഈ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമുക്ക് ടിക്ക് ചെയ്യായിരുന്നു അല്ലേ? ആക്ച്വലി ഇതിലേക്ക് പോകേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഇഫ് യു ആർ അറ്റ് എക്സാം യു ഹാവ് ടു ഡു ദാറ്റ്. യെസ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണോടെ ചെയ്യാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ എണ്ണം കൂടെ ചെയ്യാം. കാരണം ഈ ചാപ്റ്ററിലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ഇത് മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ബാക്കി മൊത്തം നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുക്കാൻ തന്നെ കാര്യം. കാരണം കുറേ കുട്ടികൾ ഇതിൽ കൺഫ്യൂഷൻ പറയുന്നുണ്ട്. ഓക്കെ, നോക്കൂ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവ്സ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഇൻ സെൻട്രൽ പൊട്ടൻഷ്യൽ ഫീൽഡ്. സെൻട്രൽ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് കേട്ടോ. ദിസ് എ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ എനർജിയാണിത്. If Bohr's quantization condition are applied, again the same thing. You are asked to apply Bohr's quantization condition. What? Bohr's quantization condition is nothing but angular momentum is an integral multiple of h by 2 pi. Radium കണ്ടോ, റേഡിയസും ആംഗുലാർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും തമ്മിൽ എന്താണ് ബന്ധം? റേഡിയസും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും. ഓക്കെ, പ്രൊസീജിയർ സെയിം ആണ്. നമുക്കിവിടെ എന്താ ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി വന്നിട്ടുണ്ട്. എപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യപ്പെടുന്നത്? Only in conservative field the potential energy can be defined. Therefore the force operating must be conservative. There is no doubt at all. Okay, force operating must be conservative. Therefore the conservative force is the negative gradient of potential. Using that idea I can find the force operating here. Okay, F is equal to what? Same thing, minus du by dr. മൈനസ് അതുപോലെ എഴുതി ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ. എനിവൺ ക്യാൻ റൈറ്റ് അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ എന്താണ് കുട്ടികളെ? 4u0r⁻3. ദാറ്റ്സ് വാട്ട്. ഇപ്പം നമുക്ക് ഫോഴ്സ് കിട്ടി. ഞാൻ വീണ്ടും പറയുന്നു, ഈ മൈനസ് ഓർത്ത് നിങ്ങൾ ബോധേഡ് ആവരുത്. വാട്ട് ഡസ് ദിസ് മൈനസ് സൈൻ ടെൽ യു? ദിസ് മൈനസ് സൈൻ ടെൽസ് യു ദാറ്റ് ദ ഫോഴ്സ് ഈസ് വാട്ട്? എ റേഡിയൽ ഫോഴ്സ്. റേഡിയൽ ഇൻസൈഡ്, റേഡിയലി ഇൻവേർഡ്. റേഡിയലി ഔട്ട്വേർഡ് ആയിരുന്നുവെങ്കിൽ ഈ മൈനസ് ഉണ്ടാകുമായിരുന്നില്ല. റേഡിയലി ഔട്ട്വേർഡ് ആയിരുന്നുവെങ്കിൽ. ഇത് റേഡിയലി ഇൻവേർഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇറ്റ് indirectly tells you that it's a centripetal force. You equate with the centripetal force. Okay, then F is equal to, what is F? Okay, F is equal to, it's a centripetal force, therefore mv² by r is equal to what, children? 4u0r⁻3. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? v² കിട്ടും അല്ലേ? v² is equal to what will you get? 4u0 divided by m times r⁴. ആറിനെ കൂടെ ഞാൻ അങ്ങോട്ട് എടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ആരും തമ്മിലുള്ള റിലേഷൻ അറിയേണ്ടത് റേഡിയസും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അല്ലേ? അപ്പോൾ ഇവനൊരു അധികപ്പറ്റാണ്, ഇവനെ എങ്ങനെയും ഒഴിവാക്കി കളയണം. ഓക്കെ, അതിന് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യൂ. What is the quantization condition? Tell you, mvr is equal to nh by 2 pi. Therefore, instead of v, I can write nh, let me write neatly, nh divided by 2 pi mr. That can be written. But you see here, you got a v square out. I have to square it and write. Okay, therefore, let me write that. Square it. N square, okay, h square, 4 pi square, then m square, okay, r under r square is equal to 4u0 divided by m r⁴. നോക്കി വിട്ടില്ലേ? ബാക്കിയുള്ള കോൺസ്റ്റന്റ് ആണ്. നോക്കി, h കോൺസ്റ്റന്റ്, 4 pi square, m square, 4u², m, these are all constant. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് അല്ലാത്ത n² r⁴ ഉള്ളൂ. ഈ r² ഇങ്ങോട്ട് പോകുമ്പോഴേ r⁴ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾ ബാക്കി ഇക്വേഷൻസ് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. യു ക്യാൻ സേ ദിസ് വൺ, വാട്ട്? n² അല്ലെങ്കിൽ r⁴ ഡയറക്ട്ലി പ്രപ്പോസ് ടു n², ഓർ യു ക്യാൻ സേ r⁴ ഡയറക്ട്ലി പ്രപ്പോസ് ടു n, ഓർ r ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു n⁻⁻1/3. n⁻⁻1/3 ഇവിടെ എന്താ പറഞ്ഞേ? n⁻1 ആൽഫ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൽഫയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ്? 3. യു ഹാവ് ടു ഫിൽ ഹിയർ 3. ഓക്കെ, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
Okay. Then that is how the relation is found. നോക്കൂ, ഞാൻ ഒന്നിൽ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നത് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി നോക്കൂ, ഇത് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കൂ, ടഫ് എന്നൊന്നും പറയാനില്ല, മെത്തേഡ് ഒന്ന് തന്നെയാണ്. നോക്കൂ, ഇൻ എ ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. ഹൈഡ്രജൻ ലൈക്ക് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ക്യാൻ ബി സിംഗിളി അയനൈസ്ഡ് ഹീലിയം, ഡബിളി അയനൈസ്ഡ് ലിത്യം, ഹൈഡ്രോജനസ് സ്പീഷ്യസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ്. ഇൻ എ ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ഇതാ ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഈസ് മോഡിഫൈഡ്. കണ്ടോ, ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടു പേടിക്കണ്ട. ഇറ്റ്സ് എ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ആക്ച്വലി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? E² / 4πε0 r² ആണ്, ഇല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു r². ഇതാണ് ആക്ച്വൽ ഫോഴ്സ്. നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി ആലോചിക്കുന്നു, ഫോഴ്സ് ഈസ് മോഡിഫൈഡ് ഇൻ ദിസ് മാനർ where beta is a constant. For this atom, the radius of nth orbit in terms of Bohr's radius. Okay, radius of nth orbit. Nth orbit in the radius കണ്ടുപിടിക്കണം in terms of Bohr's radius. എന്താ Bohr's radius എന്ന് പറഞ്ഞാൽ? ഹൈഡ്രജന്റെ ഫസ്റ്റ് ഓർബിറ്റിലെ റേഡിയസിനെയാണ് Bohr's radius എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിലെ റേഡിയസിലെ കുട്ടികളെ, that is this. Here it is given to you. ഈ A0യുടെ ടൈമിൽ ഈ ആറ്റത്തിന്റെ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ ആറ്റത്തിന്റെ nth ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ്. ലെറ്റ് us see. തന്നിട്ടുള്ള അതുപോലെ ഞാൻ അടുത്ത പേജിലേക്കൊന്നും പകർത്തി എഴുതിയെന്നേ ഉള്ളൂ. ഫോഴ്സ് തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ബോർസ് റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇനി നോക്കി കുട്ടികളെ, ഈ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യൂ. അപ്പൊ ഇതിനെ സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യൂ. ഒന്നും ചെയ്യാനില്ല, ഇതിനെ സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക ഫസ്റ്റ്, എന്നിട്ട് ബോർസ് ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യുക. അത്രേ ചെയ്യാനുള്ളൂ. സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്തു, ബോർസ് ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്തു, യു വിൽ ബി ഓൾമോസ്റ്റ് അറ്റ് യുവർ ആൻസർ. നോക്കിയേ, എഫിന് പകരം സെൻട്രിപിറ്റൽ ഫോഴ്സ്, വാട്ട് ഈസ് ദാറ്റ്? mv² ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദിസ്? E² / 4πε0 then 1 / r² plus beta / r³. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ മൊത്തം ഇപ്പുറം ചാടിക്കുന്നു, ഈ ആറിനെ ഞാൻ അപ്പുറം വിടുന്നു, ആറിനെ അപ്പുറത്തേക്ക് വിടുന്നു. എം ഇവിടെ നിന്നോട്ടെ. എം അപ്പം ഈ V²നെ ഓക്കെ, ലെറ്റ് മീ റൈറ്റ്. ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആറിനെ ഞാൻ അപ്പുറം വിട്ടു കേട്ടോ. അപ്പോൾ എത്ര കിട്ടി? 4πmε0 4πmε0 ഡിവൈഡഡ് ബൈ E² V² അതുപോലെ ഇരുന്നോട്ടെ. V². ഞാൻ ആറിനെ അപ്പുറം വിട്ടപ്പോൾ ഇവിടെ 1/r ആയി, അവിടെ എന്താ? β/r² ആയി. ഒന്നുമില്ല, റീഅറേഞ്ച്. ഐ ഡിഡ് നോട്ട് ഡു എനി ഫിസിക്സ് ഇൻ ദിസ് സ്റ്റെപ്പ്. വാട്ട് ഡിഡ് ഐ ഡു? ജസ്റ്റ് റീഅറേഞ്ച്ഡ്. ഞാൻ റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ആണോ നോക്കട്ടെ. 4πm ഓക്കെ, 4πmε0 ദാറ്റ്സ് ഓക്കെ. V² is there, okay. R has gone there, E² also is there. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇനിയാണ് കുട്ടികൾക്ക് സ്റ്റാൾമേറ്റ് ആകുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ കോൺസ്റ്റന്റ് ചിൽഡ്രൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ ആറും എന്നും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ വി ആണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. മനസ്സിലായോ? ഈ വി എനെ എടുത്തിട്ട് നമുക്ക് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് വി ഒഴിവാക്കാം, ആറിനെ കയറ്റി കൊണ്ടുവരാം. വാട്ട് ഡസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ടെൽ യു? mvr ഈസ് nh ഡിവൈഡ് ബൈ 2π. ആരെയാണ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്? വി എനെ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു nh ഡിവൈഡഡ് ബൈ 2πmr. ഓക്കെ, അതിനെ കൊണ്ട് ഇവിടെ ഞാൻ എഴുതാൻ പോവാം, പക്ഷേ എന്നെ സ്ക്വയർ ചെയ്ത് എഴുതണം. സ്ക്വയർ ചെയ്തിട്ട് വേണം എഴുതാൻ, വേണ്ടേ? അപ്പോൾ ലെറ്റ് മീ റൈറ്റ്. ഈ സൈഡെല്ലാം അതുപോലെ എഴുതി. 4πmε0 E² അതുപോലെ എഴുതി, ഒന്നും ചെയ്തില്ല. V² എന്ന് പറഞ്ഞാൽ n² h² ഡിവൈഡഡ് ബൈ സ്ക്വയർ ആണ് 4π² m² r² ഉണ്ട്. ഞാൻ r²നെ എന്ത് ചെയ്യുന്നു? അപ്പുറത്ത്, അല്ലെങ്കിൽ വേണ്ട, തൽക്കാലം r² കൂടെ എഴുതാം. r² ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ r പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ r². ഇനി ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ? കുറേ സംഭവം എനിക്ക് വെട്ടിക്കളയാം. ഇത് കണ്ടോ, 4 വെട്ടിക്കളയാം, ഒരു π വെട്ടിക്കളയാം, പിന്നെ എന്തെങ്കിലും പറ്റുമോ? ഒരു m വെട്ടിക്കളയാം, ഇല്ലേ? ഒരു m വെട്ടിക്കളയാം. ബാക്കി എന്താ? ബാക്കി ഒന്നുമില്ല.
ഓക്കെ, ആറിനെ അപ്പുറം വിടാം, ഈ ആറിനെ എടുത്തിട്ട് ഇപ്പുറം വിടാം, ഈ ആറിനെ ഇങ്ങോട്ട് വിടുന്നു, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പം നമുക്കിവിടെ ഉള്ള h സ്ക്വയർ എപ്സിലോൺ നോട്ട് n സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു n സ്ക്വയർ ഉണ്ട്, പിന്നെന്താ h സ്ക്വയർ എപ്സിലോൺ നോട്ട് ഉണ്ട്, പിന്നെന്താ ഉള്ളത് m പൈ, ഒരു പൈ m e സ്ക്വയർ, പൈ m e സ്ക്വയർ അവിടെയുണ്ട്. ഞാൻ ആർ സ്ക്വയറിനെ അപ്പുറം വിട്ടല്ലോ. ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ് വാട്ട് ദിസ് ആർ സ്ക്വയർ ഈസ് സെൻറ്റ് ദാറ്റ് സൈഡ്. അപ്പോൾ എന്താ കിട്ടുക? ആർ പ്ലസ് ബീറ്റ എന്ന് കിട്ടി, ആർ പ്ലസ് ബീറ്റ. ഇനി കെയർഫുള്ളി ലുക്ക്, വാട്ട് ഈസ് ദിസ്? h സ്ക്വയർ എപ്സിലോൺ നോട്ട് പൈ m e സ്ക്വയർ എന്താണ്? അത് ബോർസ് റേഡിയസ് ആണ്. ഇതാ ഇവിടെ ഉണ്ട്, കണ്ടോ, ക്വസ്റ്റ്യനിലുണ്ട്. എപ്സിലോൺ നോട്ട് h സ്ക്വയർ, എപ്സിലോൺ നോട്ട് h സ്ക്വയർ, ഓക്കെ, പൈ m e സ്ക്വയർ, ഓക്കെ, ദ വെരി തിങ് ഈസ് ദെയർ. അപ്പം നമുക്ക് ഇതിന് പകരം a0 എന്ന് എഴുതാം. ലെറ്റ് us write a0 instead of that. So let us continue in the same page. What? n square a0 is equal to r plus beta. നമുക്ക് ആരാ വേണ്ടത്? r is equal to n square a0 minus beta. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ഒന്നുകൂടെ നോക്കൂ, ഞാൻ ചെയ്തത് എന്താണെന്ന് നോക്കൂ. ഒന്നുമില്ല, ആദ്യമേ ഞാൻ എന്ത് ചെയ്തു? തന്നിട്ടുള്ള ഫോഴ്സിനെ സെൻട്രിപെറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്തു, പിന്നെ ഞാൻ ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്തു. പിന്നെ ഇവർ വന്ന ഒരു കോൺസ്റ്റന്റ് ഞാൻ കണ്ടെത്തി, ഞാൻ ചെയ്ത കാൽക്കുലേഷൻ ഒരു കോൺസ്റ്റന്റ് കണ്ടെത്തി, അത് ബോർസ് റേഡിയസ് ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ട് അതിന് പകരം ഞാൻ a0 എഴുതി, പിന്നെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ചെയ്ത് ഇങ്ങനെ ഒരു ആൻസറിലെത്തി. ഇതുണ്ടോ എന്ന് നോക്കണം, ഇല്ലേ? n സ്ക്വയർ a0 മൈനസ് ബീറ്റ. ലെറ്റ് us see. n സ്ക്വയർ a0 മൈനസ് ബീറ്റ, ഇതാ സി ആണ് ആൻസർ. സി ഇസ് ദ റൈറ്റ് ആൻസർ. സി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? കുറേ കമൻ്റൊക്കെ കുറേ പേര് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ യുവർ കമൻറ്റ്സ്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജെയ് നിങ്ങളുടെ പടിവാതിൽക്കലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക, ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്യുക. ഇനി നമ്മൾ ഓക്കെ, ഇപ്പോൾ ബോർഡ്സ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, യു ആർ വെൽ എക്വിപ്ഡ് വിത്ത് വാട്ട് ഐ ഹാവ് ടോൾഡ് യു. ഇനി നമ്മൾ വേറൊരു കാറ്റഗറി ഓഫ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇപ്പം ഞാൻ ചെയ്ത ഈ 5 എണ്ണവും മോർ ഓർ ലെസ് പ്രിൻസിപ്പിൾ സെയിം ആയിരുന്നു, പക്ഷേ അവർ തന്നിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. ചിലടത്ത് പൊട്ടൻഷ്യൽ തന്നു, ഇല്ലേ? ചിലടത്ത് പൊട്ടൻഷ്യൽ എനർജി തന്നു, അപ്പോൾ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടി വന്നു. ചില ക്വസ്റ്റ്യൻ ഫോഴ്സ് ഡയറക്റ്റ് തന്നു, അപ്പോൾ നമ്മുടെ പണി തീരെ കുറവായിരുന്നു, ഇല്ലേ? ഡയറക്റ്റ് ആ ഫോഴ്സിനെ സെൻട്രിപെറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് അഡ്വാൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദിസ് വൺ 2013 അഡ്വാൻസ് JEE അഡ്വാൻസ് ചോദിച്ചതാണ്. ഇറ്റ്സ് കോൺസെപ്റ്റ്ലി റിച്ച് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് വൈ ഐ സെലക്ടഡ്. പ്രോബ്ലി ഇറ്റ് വിൽ ബി ആസ്ക്ഡ് ഇൻ ദ കമ്മിങ് എക്സാംസ് ഓൾസോ. നോക്കൂ, the radius of orbit of an atom in hydrogen like atom, it's not hydrogen, it's hydrogen like atom, is 4.5 a0. 4.5 a0, where a0 is Bohr's radius. Okay, we are okay. Its orbital angular momentum is 3h by 2 pi. കണ്ടോ, അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം, ആ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റും ആ ഓർബിറ്റ് റേഡിയസും തന്നിട്ടുണ്ട്. ഇത് ഹൈഡ്രജൻ ആറ്റം അല്ല, ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ്. ഏതാണ് ആറ്റം എന്ന് പറയുന്നില്ല, നമ്മൾ കണ്ടുപിടിക്കണം. It is given that h is Planck's constant, r is Rydberg constant. Okay. The possible wavelength S when atom de-excites is. Possible wavelength ഏതാണെന്നാണ് ചോദ്യം. de-excite ചെയ്തു, when the atom de-excite is. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത് de-excite ചെയ്തത് ഇപ്പോൾ ഉള്ള nth ഓർബിറ്റിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ദിസ് ഈസ് ഇൻ nth ഓർബിറ്റ്. ആ nth ഓർബിറ്റ് ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഐ വിൽ ഡു ദാറ്റ്. അത് ഡി-എക്സൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് അതിൻ്റെ ലോവർ ഓർബിറ്റിലേക്ക് വന്നെന്ന്. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നമുക്ക് നോക്കാം.
അപ്പം ഞാനൊരു കാര്യം ചെയ്യും, ഇത് 1ലേക്ക് ജമ്പ് ചെയ്ത സിറ്റുവേഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കേട്ടോ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് വേവ് ലെങ്ത് ആണ് വേണ്ടത്. വേവ് ലെങ്ത് വേണ്ടതെങ്കിൽ ലുക്ക്, ഫസ്റ്റിലേക്ക് ചാടുകയാണെങ്കിൽ വേവ് ലെങ്ത് എന്തായിരിക്കും കുട്ടികളെ? 1/λ നോക്കൂ ഈസ് ഈക്വൽ ടു ഹൈഡ്രജൻ ലൈക്ക് ആറ്റമാണ്. അപ്പോൾ Z²R കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന Z²R ഫസ്റ്റ് വണ്ണിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ 1/1² മൈനസ് n1ൽ നിന്നാണ് ജമ്പിങ് 1/n². ഞാൻ അസ്യൂം ചെയ്തത് എന്താ, ഇതിപ്പോൾ ഉള്ളത് n1ലാണ്, nth ഓർബിറ്റ്. അത് ഞാൻ കണ്ടുപിടിച്ചോളും. nth ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇത് പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ഇതായിരിക്കും. ഇവിടെ എന്താണ് പ്രശ്നം? നമുക്ക് രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഇത് റേബർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഈ n എത്രയാണെന്ന് അറിയില്ല. ഇപ്പം ഇത് ഏത് ഓർബിറ്റിലാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇസഡും അറിയില്ല, ഏത് ആറ്റമാണെന്നും അറിയില്ല. അപ്പം ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടാൻ പോകുന്നത്, ഇസഡും എന്നും. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആംഗുലാർ മൊമെന്റം ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് n അതിൽ നിന്ന് കിട്ടും. വി ക്യാൻ ഫൈൻഡ് n. ഓക്കെ, ആൻഡ് റേഡിയസ് ഇതാണെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇസഡും കിട്ടും. ലെറ്റ് മീ പ്രൊസീഡ്. ഓക്കെ, ആംഗുലാർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വാട്ട്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഹൈഡ്രജൻ ആറ്റത്തിന് മാത്രമല്ല, ഹൈഡ്രോജനസ് സ്പീഷീസിന് എല്ലാത്തിനും ഇത് ഇങ്ങനെ തന്നെയാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇസഡ്. ആംഗുലാർ മൊമെന്റം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇസഡ്. ഓക്കെ, ഇസഡുമായിട്ട് ബന്ധമില്ല, അത് എന്നുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇനി ആംഗുലാർ മൊമെന്റം ഇവിടെ തന്നിട്ടുണ്ട് കുട്ടികളെ. വാട്ട് ഈസ് ദാറ്റ്? 3h/2π. Therefore, let us write that 3h/2π is equal to nh/2π. ഇതിൽ നിന്ന് എനിക്ക് n കിട്ടിയില്ലേ? ഒരെണ്ണം സോൾവ് ചെയ്തു, n is equal to 3 എന്ന് കിട്ടി. അപ്പം ഈ ഇക്വേഷൻ്റെ n എനിക്ക് അറിയാം, 3ലാണ് ഉള്ളത്. അപ്പോൾ അതിന് 3ൽ നിന്ന് 1ലേക്കും ചാടാം, 2ലേക്കും ചാടാം കേട്ടോ. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഞാൻ ഫസ്റ്റ് വൺ മാത്രമേ നിങ്ങൾക്ക് 1ലേക്കുള്ള ജമ്പിങ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സെക്കൻഡിലേക്കുള്ള ജമ്പിങ് നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇനി ഇസഡ് കിട്ടണം. ഇസഡ് കിട്ടണം. ഹൗ ടു ഫൈൻഡ് ഇസഡ്? അതിനാണ് വെലോസിറ്റി തന്നിട്ടുള്ളത്. നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? വെലോസിറ്റി ഇൻ nth ഓർബിറ്റ്. വെലോസിറ്റി അല്ലോ, റേഡിയസ് അല്ലേ തന്നിട്ടുള്ളത്. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഈസ്, നിങ്ങൾക്കറിയാം, n² ഡിവൈഡഡ് ബൈ ഇസഡ് a0 എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന n² ഡിവൈഡഡ് ബൈ ഇസഡ് a0. ഓക്കെ, ഇവിടെ നമുക്ക് Rn തന്നിട്ടുണ്ട് കുട്ടികളെ. Rn ഈസ് ഗിവൺ ടു അസ്. ഇതല്ലേ 4.5 a0 എന്ന് തന്നിട്ടുണ്ട്. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലുക്ക്, 4.5 a0 ഈസ് ഈക്വൽ ടു n². n എനിക്ക് ഓൾറെഡി ഉണ്ട്. n ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സി ഹിയർ n. അപ്പോൾ n² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. ഇസഡ് അറിയില്ല, a0. അപ്പം എത്ര കിട്ടി കുട്ടികളെ? ഇസഡ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയില്ലേ? ഇസഡ് ഈസ് ഈക്വൽ ടു 2. ഇസഡ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇത് ഹീലിയം ആറ്റമാണ്. ഈ ഹീലിയം ആറ്റത്തിന്റെ എത്രാമത്തെ ഓർബിറ്റിലാണ് ഈ ഇലക്ട്രോൺ ഉള്ളത്? മൂന്നാമത്തേതിലാണ്. സി ഹിയർ, മൂന്നാമത്തേതിലാണുള്ളത്. മൂന്നാമത്തെ ഓർബിറ്റിലാണുള്ളത്. ഓക്കെ, ഇതതിൻ്റെ ന്യൂക്ലിയസ്. അപ്പോൾ മൂന്നാമത്തേൽ നിന്ന് അതിന് ഡി എക്സൈറ്റേഷൻ 1ലേക്ക് ചാടാം, 2ലേക്കും ചാടാം. അപ്പം രണ്ട് പോസിബിൾ വേവ് ലെങ്ത് ഉണ്ടാവും. അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ കണ്ടുപിടിച്ച് തരുള്ളൂ. ഏതാ? 1ലേക്കുള്ള ജമ്പിങ്. 2ലേക്കുള്ള ജമ്പിങ് നിങ്ങൾ തന്നെ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് 1ലേക്കുള്ള ജമ്പിങ് ഈ ഇക്വേഷൻ ഞാൻ ബോറോ ചെയ്യുന്നു. സെയിം ഇക്വേഷൻ ഐ ആം ബോറോയിങ് ടു ദ നെക്സ്റ്റ് പേജ്. ലുക്ക്, ഓക്കെ, ഈ ഇക്വേഷൻ ബോറോ ചെയ്തു. എന്നിട്ട് ഈ സാധനം എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ 1/λ ഈസ് ഈക്വൽ ടു Z². Z2 ആണ്. Z² എന്ന് പറഞ്ഞാൽ 4 R ഇൻറ്റു 1/, അല്ലെങ്കിൽ 1/1² എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് 1/3². n 3 ആണ് നമ്മൾ പഠിച്ചു. 1/3² 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/λ ഈസ് ഈക്വൽ ടു 4R ഇൻറ്റു 8/9. തലതിരിക്കൂ. ലാംഡ ഈസ് ഈക്വൽ ടു 9/8 4 32 R. പക്ഷേ ഇത് മാത്രമല്ല ആൻസർ കേട്ടോ. ദിസ് ഈസ് നോട്ട് ഓൺലി ദ ആൻസർ. ഒരു ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്ത ജമ്പിങ് നിങ്ങൾ എന്ത് ചെയ്യുക? 3ൽ നിന്ന് 2ലേക്കുള്ളത് നിങ്ങൾ സ്വന്തം ചെയ്യുക. 3ൽ നിന്ന് 2ലേക്ക് ഇവിടെ 2 കൊടുക്കണം, ഇവിടെ 3 കൊടുക്കണം. എന്നിട്ട് അതുകൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ വൺ ഓഫ് ദ ആൻസേഴ്സ് ഈസ് ദിസ് വൺ ഓഫ് ദ ആൻസേഴ്സ്. എന്തുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് അറിയോ? ഇത് അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മോർ ദാൻ 1 ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ആൻസർ ആയിട്ട് വരും. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം.
എവിടുന്ന 3-ൽ നിന്ന് 2-ലേക്കുള്ള ജമ്പിങ്ങിൽ എത്രയാണ് വേവ് ലെങ്ത് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു ചിൽഡ്രൻ? ഈസ് ഇറ്റ് ഓക്കെ? മറുപടി വന്നിട്ടേ ഞാൻ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ വൺ ഓഫ് ദ ആൻസേഴ്സ് 9 ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ആൻസർ കൂടി ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിളാണ്, നോക്കാം നമുക്ക്. ദ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം മേക്സ് എ ട്രാൻസിഷൻ ഫ്രം N1 to N2. അത് നിങ്ങൾ മൈൻഡിൽ അത് ഉണ്ടാവണം. N1-ൽ നിന്ന് N2-ലേക്ക് സ്വന്തമായിട്ട് ട്രാൻസിഷൻ ചെയ്തതാ. അപ്പോൾ എന്താ, N1 ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയത്, N1 N2. ഓക്കെ, വേർ N1 ആൻഡ് N2 ആർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് 2 സ്റ്റേറ്റ്. N1-ൽ നിന്ന് N2-ലേക്ക്. ഓക്കെ, അസ്യൂം ദ ബോർസ് മോഡൽ ടു ബി വാലിഡ്. ബോർസ് മോഡൽ വാലിഡ് ആണെന്ന് ഇവിടെ. ഓക്കെ, ദ ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഇനീഷ്യൽ സ്റ്റേജ് ഈസ് 8 times ദാറ്റ് ഇൻ ഫൈനൽ സ്റ്റേജ്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിലുള്ള ടൈം പീരീഡ് ഫൈനൽ സ്റ്റേജിലേക്ക് 8 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ഒരു ഹയർ ഓർബിറ്റ് ആയിരിക്കും. കാരണം ഓർബിറ്റിന്റെ നമ്പർ കൂടുന്തോറും, എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടുന്തോറും ടൈം പീരീഡും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുമായിട്ടുള്ള ബന്ധം എന്താണ്? ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ക്യൂബ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് തോന്നുന്നു. ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ക്യൂബ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. T1/T2 ഈസ് ഈക്വൽ ടു എന്താണ് കുട്ടികളെ പറഞ്ഞിട്ടുള്ളത്? N1/N2 ക്യൂബ്. N1 N2 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടൈം പീരീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഇനീഷ്യൽ സ്റ്റേജ് ഈസ് 8 times ദാറ്റ് ഇൻ ഫൈനൽ സ്റ്റേജ്. എന്ന് പറഞ്ഞാൽ T1 എന്ന് പറയുന്നത് 8 T2 ആണെന്നുണ്ട്. അപ്പം ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 8 വരും. ഇതിന് 8 വരും. ഓക്കെ, അപ്പം 8 ഈസ് ഈക്വൽ ടു വാട്ട്? N1/N2. അല്ലെങ്കിൽ N1/N2 ഈസ് 8 to the power 1/3 എന്ന് എഴുതാം. അത് എത്ര കിട്ടി കുട്ടികളെ? N1/N2 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പം N1/N2 2 ആയിട്ടുള്ളത് എല്ലാ ആൻസർ ആയിരിക്കും. നോക്കിയേ, N1/N2 ഇവിടെ 2 അല്ലേ? നോക്കിയേ, 4/2 2 അല്ലേ? അപ്പം ഇതൊരു ആൻസർ ആയിരിക്കും. ദിസ് ഈസ് വൺ ഓഫ് ദ ആൻസേഴ്സ്. ഇനി ഇവിടെ N1/N2 2 ആണോ? അല്ല, 8/2 4 അപ്പം ഇത് ആൻസർ അല്ല. N1/N2 നോക്കിയേ, ഇത് 8/1. അപ്പം ഇതും ആൻസർ അല്ല. ഇത് കണ്ടോ, N1/N2 ഇവിടെയും 2 കിട്ടുന്നുണ്ട്. അപ്പം ഇതും ആൻസർ ആണ്. മോർ ദാൻ 1 റൈറ്റ് ആൻസർ ആണ്. ഇതും അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1998 ചോദിച്ച പഴയ അഡ്വാൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ജെയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. പഴയ അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ അല്ല, ഇപ്പം ജെയ്ക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഓക്കെ, ഇപ്പം 2 ആൻസർ കറക്റ്റ് ആണ്. പക്ഷേ JEE Main അങ്ങനെ 2 ആൻസർ കറക്റ്റ് ആയിട്ടുള്ള വരില്ല. ഏതെങ്കിലും ഒരെണ്ണേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരുള്ളൂ. ഡോണ്ട് വറി, അതിൻ്റെ തിയറി നിങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, ദ ഇലക്ട്രോൺ ഓഫ് ഹൈഡ്രജൻ മേക്സ് എ ട്രാൻസിഷൻ ഫ്രം N+1 ഓർബിറ്റ് ടു nth ഓർബിറ്റ്. ആലോചിച്ച് നോക്കൂ, N+1 നിന്ന് N-ലേക്ക് ചാടി. ഫോർ ലാർജ് N, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. N വളരെ വലുതാണ്. N may be 20, 30 or 100 or even 1000. N is so high. Wavelength of the emitted radiation is proportional to emitted radiationന്റെ വേവ് ലെങ്ത് എന്തിന് പ്രപ്പോർഷണൽ ആണ്? N-ഉം ലാംഡയും തമ്മിൽ എന്താണ് ബന്ധമെന്ന ചോദ്യം. നോക്കൂ, ദിസ് ഈസ് ഹൈഡ്രജൻ ആറ്റം. Therefore, it's so simple to do. See, 1 divided by lambda is equal to R, Rydberg constant. ഇനി എവിടെ നിന്ന് എങ്ങോട്ടാണ് ജമ്പ് ചെയ്തത്? N-ൽ നിന്ന് N+1-ൽ നിന്ന് N-ലേക്ക്. അപ്പോൾ 1 divided by N². ഇങ്ങോട്ടാണ് ജമ്പിങ്. എവിടെ നിന്നാണ് ജമ്പിങ്? 1 divided by N+1-ൽ നിന്ന്. ഇവിടെ എഴുതുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ജമ്പിങ് കേട്ടോ. ജമ്പിങ് ഈസ് ഫ്രം ഹിയർ ടു ഹിയർ. അതർവൈസ് ഇതിവിടെയായിട്ട് എഴുതുകയാണെങ്കിൽ ലാംഡ നെഗറ്റീവായി പോകും, വിച്ച് ഈസ് ഇമ്പോസിബിൾ. ഇനി എന്താ ഇതിൻ്റെ? ഇനി വേറെ ഒന്നുമില്ല, LCM എടുത്തിട്ട് ചെയ്യുക. ടേക്ക് LCM ഓഫ് ദിസ് വൺ ആൻഡ് ഡു ആസ് യൂഷ്വൽ. 1 divided by lambda is equal to, okay,
what can be written? R. Then LCM എടുക്കുക ഞാൻ. LCM is n square into n plus 1 square. ഇവിടെ n plus 1 സ്ക്വയറും ഇവിടെ n സ്ക്വയറും വരും. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. മുകളിൽ എക്സ്പാൻഡ് ചെയ്യുക. n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഇവിടെ മൈനസ് n സ്ക്വയർ. സോ വാട്ട് ഡു ഐ ഗെറ്റ്? ദിസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ അടുത്ത ലൈനിൽ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു ആർ. മുകളിൽ എന്താ 2n പ്ലസ് 1 എന്ന് വന്നു. താഴെ എന്താ ആസ് ഇറ്റ് ഈസ് n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 സ്ക്വയർ. ഇങ്ങനെ കിട്ടി നമുക്ക്. ഇനി ലാംഡ എന്നും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ n. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് n ഈസ് വെരി ലാർജ് എന്ന് പറയുന്നുണ്ട്. n ഈസ് വെരി ലാർജ്. സോ വാട്ട്? അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഇഫ് നോക്കി, ഗിവൺ ദാറ്റ് n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1, അങ്ങനെയെങ്കിൽ 2n പ്ലസ് 1 നിയർലി ഈക്വൽ ടു 2n ആയിരിക്കും. 2n plus 1, n is very large. Therefore, 2n plus 1 is nearly equal to 2n. അതുപോലെ n plus 1 എന്ന് പറയുന്നത് n plus 1 nearly equal to n ആയിരിക്കും. That means, see, ഈ 2n plus 1 പകരം നിങ്ങൾ n എഴുതൂ, 2n എഴുതൂ. n plus 1 പകരം n എഴുതൂ. അപ്പോൾ എന്ത് കിട്ടും? 1 divided by lambda is equal to r into ഇവിടെ 2n എഴുതി, ഇവിടെ എന്താ n സ്ക്വയർ, പിന്നെ അവിടെ ഒരു n പ്ലസ് 1 n എഴുതണം, ഇൻറ്റു n സ്ക്വയർ. ഇതിൽ നിന്ന് ലാംഡ ഈക്വൽ ടു എന്താ വട്ട് 2n n ക്യൂബ് ഡിവൈഡഡ് ബൈ 2r എന്ന് കിട്ടി. n ക്യൂബ് ഡിവൈഡ് ബൈ 2r. ദാറ്റ് ഈസ് വാട്ട് ലാംഡ ഈസ്. വാട്ട് ഡസ് ഇറ്റ് ടെൽ യു? ഇറ്റ് ടെൽസ് യു ലാംഡ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോസ് ടു n ക്യൂബ്. Lambda is directly proposed to n cube. പല പ്രാവശ്യം ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ വേവ് ലെങ്ത് ചോദിച്ച വേറൊരു വർഷം ഫ്രീക്വൻസി ചോദിച്ചിരുന്നു. ഫ്രീക്വൻസി അത് നമുക്ക് ചെയ്യാം, ഡോണ്ട് വറി, അതും ചെയ്യാം. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. വിത്ത് ദാറ്റ് ഐ വിൽ സ്റ്റോപ്പ്. ഓക്കെ, ഫൈൻ. In a hydrogen-like atom, electron make transition from energy level with quantum number n to another with n minus 1. കണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് തന്നെ. എന്നിൽ നിന്ന് n മൈനസ് 1 കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്നിൽ നിന്ന് n പ്ലസ് 1 നിന്ന് എന്നിലേക്ക്. ഈ പ്രാവശ്യം ചെറിയൊരു മാറ്റം അവർ വരുത്തി. എന്താ? എന്നിൽ നിന്ന് n മൈനസ് 1 എന്നിലുണ്ട്, അതിൻ്റെ താഴേക്ക് n മൈനസ് 1. n is much greater than 1. കണ്ടോ? ഇഫ് n is very large എന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറയുമ്പോൾ ഇവിടെ n is much greater. ബോത്ത് മേക്ക് സെയിം സെൻസ്. ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ്, ഫ്രീക്വൻസി ചോദിച്ചത്, വേവ് ലെങ്ത് അല്ല. നോ പ്രോബ്ലം. വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ എഴുതൂ. 1 ഡിവൈഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ്? r ഇൻറ്റു എവിടെ എങ്ങോട്ടാണ് ജമ്പ് ചെയ്തത്? n മൈനസ് 1 ജമ്പിങ്. അതുകൊണ്ട് 1 ഡിവൈഡ് ബൈ n മൈനസ് 1 സ്ക്വയർ. എവിടുന്നാ ജമ്പിങ്? എന്നിൽ നിന്ന് n സ്ക്വയർ. 1 ഡിവൈഡ് ബൈ n സ്ക്വയർ. ഇത് വേവ് ലെങ്ത് ആണ് അല്ലേ? വേവ് ലെങ്തിൻ്റെ പ്രൊപ്പോർഷണാലിറ്റിയുടെ ഇൻവേഴ്സ് ആയിരിക്കും ഫ്രീക്വൻസിയുടെ പ്രൊപ്പോർഷണാലിറ്റി. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഫ്രീക്വൻസി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ? ഇവിടെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സി ബൈ ലാംഡ ഫ്രീക്വൻസി അല്ലേ കുട്ടികളെ? ഫ്രീക്വൻസി. അപ്പോൾ ആറിൻ്റെ ഒപ്പം ഒരു സി കൂടി ഇട്ടാൽ മതി. സി ജസ്റ്റ് മൾട്ടിപ്ലൈ വിത്ത് സി. ഇപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആയി, നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു ഇതാ ആർ സി വിറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. എൽ സി എം എടുക്കൂ, n മൈനസ് 1 സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ n സ്ക്വയർ വരും അല്ലേ? ആ n മൈനസ് 1 സ്ക്വയറിനെ ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്യുക. പക്ഷേ അതിന് മുമ്പ് ഒരു നെഗറ്റീവ് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോരുത്. അപ്പം മൈനസ് n സ്ക്വയർ പ്ലസ് 2n മൈനസ് 1 ഇങ്ങനെയല്ലേ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഞാൻ എക്സ്പാൻഡ് ചെയ്തേ ഉള്ളൂ. n പ്ലസ് 1 സ്ക്വയറിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു, മൈനസ് സൈൻ അതിൻ്റെ ഉള്ളിൽ കൂടെ റൺ ചെയ്തു. ഓക്കെ, ഇനിയുമാണ് ഇതിൻ്റെ റെലവൻസ് വരുന്നത്. ഏതിൻ്റെ റെലവൻസ്? n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, സിൻസ് n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1, വാട്ട് ഈസ് ദാറ്റ്? 2n മൈനസ് 1. 2n മൈനസ് 1 നിയർലി ഈക്വൽ ടു 2n ആണ്. ലൈക്ക്വൈസ് n മൈനസ് 1 നിയർലി ഈക്വൽ ടു n ഉമാണ്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്?
ഈ n സ്ക്വയറും പോയി. മോൾ 2n - 1 ഉള്ളൂ. അതിന് പകരം 2n എഴുതും ഞാൻ. Therefore frequency is equal to what? മുകളിൽ 2n. RC ഉണ്ട് കേട്ടോ. RC മുകളിൽ എന്താണ്? 2n. താഴെ എന്താ? n square into n square. That is n to the power 4. What does it mean? Frequency is inversely proposed to n cube. Wavelength is directly proposed to n cube കിട്ടിയായിരുന്നു. നോക്കിയേ, wavelength directly proposed to n cube ആണെങ്കിൽ frequency inversely proposed to n cube ആയിരിക്കും. Because wavelength and frequencies are what? Inversely proportional for electromagnetic radiation. Okay children, that's all about this live. And listen to me. ജെയുടെ എക്സാം ഡിക്ലെയർ ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ചെയ്യേണ്ട മറ്റൊന്നുമല്ല, വൃത്തിയായിട്ട് പഠിക്കുക. എസ്പെഷ്യലി NCERTയും പ്രീവിയസ് ക്വസ്റ്റ്യനും എടുത്തു വെച്ചിട്ട് അരച്ച് കലക്കി പഠിക്കുക. അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ കണ്ടന്റുകൾ ഇട്ടിട്ടുണ്ട്. അതും നമ്പർ 1 കണ്ടന്റുകൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. യു ക്യാൻ അവൈൽ ദാറ്റ്. ഓക്കെ, സി യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. സി യു.